السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്ന് സൂറ യാസീൻ ഭാഗം 15 5 ആയത്തുകൾ നമ്മൾക്ക് പരിശോധിച്ചു നോക്കാം. ആദ്യം 5 ആയത്തുകൾ ഓതിയ ശേഷം ഓരോ ആയത്തുകളും ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങളും പാലിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പരിശോധിക്കാം. 71 മുതൽ 75 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പരിശോധിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون. ഒന്നാം ആയത്ത് أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون. ആദ്യം അക്ഷരങ്ങൾ പരിശോധിക്കാം. ആ തൊണ്ടയുടെ താഴ്ഭാഗം, വ രണ്ട് ചുണ്ടും വൃത്താകൃതിയിൽ വെച്ചുകൊണ്ട്, ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ, വ നമ്മൾ പറഞ്ഞു. അവലം യറൗ, യ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. ഒറ നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. വ രണ്ട് ചുണ്ടും വൃത്താകൃതിയിൽ വെച്ചുകൊണ്ടാണ്. ആ തൊണ്ടയുടെ താഴ്ഭാഗം, ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഹ തൊണ്ടയുടെ മുകൾ ഭാഗം, ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ക നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ലഹും ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഹ തൊണ്ടയുടെ താഴ്ഭാഗം. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. മിമ്മ മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ഐൻ അമിലത് ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. മ രണ്ട് ചുണ്ടും അടച്ചു വെച്ച്, ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ. ത നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിൽ. നാവിന്റെ അറ്റത്തിന്റെ താഴ്ഭാഗം ചെറുതായിട്ട് മുൻപല്ലിന്റെ പള്ളയിലേക്ക് ചേർന്ന് നിൽക്കും. ഐദീന അ തൊണ്ടയുടെ താഴ്ഭാഗം. യ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിൽ. ദ നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിൽ. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ. അൻആമൻ അ തൊണ്ടയുടെ താഴ്ഭാഗം. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ. ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ഫഹും ലഹ മാലിക്കൂൻ ഫ മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളയിൽ. ഹ തൊണ്ടയുടെ താഴ്ഭാഗം. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ. ഹ തൊണ്ടയുടെ താഴ്ഭാഗം. മാലിക്കൂൻ മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം.
ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ക നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ. ഇനി ഈ ആയത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ. അവലം യറൗ, ഇവിടെ യറൗ എന്ന് ആയി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അവലം യറൗ. പിന്നീട് അന്ന, ന ഷദ്ദുണ്ട്, മണിച്ചുച്ചരിക്കണം. അന്ന ഖലഖ്ന ലഹും മിമ്മ, ലഹും മിമ്മ, ലഹും സുക്കൂനുള്ള മീമിന് ശേഷം മീമ് വന്നു. ഇദ്ഗാമാണ്, മണിച്ചുച്ചരിക്കണം. ലഹും മിമ്മ, മീമിന് ശബ്ദ് വന്നു, മണിച്ചുച്ചരിക്കണം. അമിലത് ഐദീന അൻആമൻ, ഒരു പദത്തിന്റെ അവസാനത്തിൽ മദ്ദക്ഷരവും അടുത്ത പദത്തിന്റെ ആദ്യത്തിൽ ഹംസും വന്നു. നിർബന്ധമായും നീട്ടി ഉച്ചരിക്കേണ്ടതില്ലെങ്കിലും നീട്ടി ഉച്ചരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഐദീന അൻആമൻ, അൻആമൻ ഫഹും, തൻവീന് ശേഷം ഫ വന്നു, ഇഖ്ഫ ആണ്. നൂനിനെ അവ്യക്തമാക്കി മണിച്ച് ഉച്ചരിക്കണം. അവലം യറൗ അന്നാ ഖലഖ്നാ ലഹും മിമ്മാ അമിലത് ഐദീനാ അൻആമൻ ഫഹും ലഹാ മാലികൂൻ. ഇവിടെയും ലഹും എന്ന് ഓതിപ്പോകാനുള്ളൊരു ടെൻഡൻസി കാണിക്കും, അത് തെറ്റാണ്. ഇവിടെയും ലഹ, ഇതൊക്കെ തെറ്റാണ്. അതൊക്കെ കൃത്യമായി തന്നെ ഉച്ചരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. وَذَلَّلْنَاهَا لَهُمْ فَمِنْهَا رَكُوبُهُمْ وَمِنْهَا يَأْكُلُونَ. വ ചുണ്ട് വൃത്താകൃതിയിലാണ്. ത നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗമാണ്. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ. ഹ തൊണ്ടയുടെ താഴ്ഭാഗം. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഹ തൊണ്ടയുടെ താഴ്ഭാഗം. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ഫമിൻഹ, ഫ മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളയിലാണ്. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഹ തൊണ്ടയുടെ താഴ്ഭാഗം. റകൂബുഹും, റ നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ക നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. ബ രണ്ട് ചുണ്ടിൽ നിന്നാണ്, പക്ഷെ മേലെ ചുണ്ട് അല്പം പുറത്തേക്കും താഴെ ചുണ്ട് അല്പം ഉള്ളിലേക്കും കയറി നിൽക്കുന്ന ഒരു രീതിയിലാണ് ഉച്ചരിക്കുന്നത്. ഹ തൊണ്ടയുടെ താഴ്ഭാഗം. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. വമിൻഹ യഅ്കുലൂൻ, വ ചുണ്ട് വൃത്താകൃതിയിലാണ്. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഹ തൊണ്ടയുടെ താഴ്ഭാഗം. യഅ്കുലൂൻ, യ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. അ തൊണ്ടയുടെ താഴ്ഭാഗം. ക നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ അല്ലെങ്കിൽ ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വദല്ലൽനാഹ ലഹും, ഇവിടെയും ലഹും എന്നുച്ചരിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ റകൂബുഹും, അവിടെ വലിയ പ്രശ്നമൊന്നുമില്ല. ഇവിടെയും യഅ്കുലൂൻ എന്ന് പറയാൻ സാധ്യതയുണ്ട്. അതൊക്കെ ലഹും, ല എന്ന് തന്നെ ഉച്ചരിക്കാനും യ എന്ന് തന്നെ ഉച്ചരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ലെ യെ എന്നായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധാപൂർവം പാരായണം ചെയ്യണം. وَذَلَّلْنَاهَا لَهُمْ فَمِنْهَا رَكُوبُهُمْ وَمِنْهَا يَأْكُلُونَ. വദല്ലൽനാഹ ലഹും ഫമിൻഹ, സുക്കൂനുള്ള മീമിന് ശേഷം ഫ വരുമ്പോൾ അത് ചുണ്ടിൽ നിന്നുള്ള അക്ഷരമായതുകൊണ്ട് തന്നെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചുച്ചരിക്കുക. ലഹും ലഹും ഫമിൻഹ, അത് കൃത്യമായി ഉച്ചരിക്കുക. ഫമിൻഹ സുക്കൂനുള്ള നൂനിന് ശേഷം ഹ ഇൽഹാറാണ്. വമിൻഹ അവിടെയൊക്കെ ഇൽഹാറാണ്, വ്യക്തമായി ഉച്ചരിക്കണം. അതേപോലെ തന്നെ റകൂബുഹും വ, അപ്പൊ സുക്കൂനുള്ള മീമിന് ശേഷം ഫ വ ഈ രണ്ടക്ഷരങ്ങൾ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് നമ്മൾ ആദ്യമേ പറയുന്നതാണ്. وَذَلَّلْنَاهَا لَهُمْ فَمِنْهَا رَكُوبُهُمْ وَمِنْهَا يَأْكُلُونَ.
ഇനി ചില ആളുകള് വസല്ലൽനഹ എന്ന് ഉച്ചരിക്കാറുണ്ട്. അത് തെറ്റാണ്. പകരം എന്ന് നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്ത് തന്നെ വെച്ചുകൊണ്ട് ഉച്ചരിക്കണം. വലഹും ഫീഹാ മനാഫിഉ വമശാരിബു അഫലാ യശ്കുറൂൻ. വലഹും ഫീഹാ മനാഫിഉ വമശാരിബു അഫലാ യശ്കുറൂൻ. വ ചുണ്ട് വൃത്താകൃതിയിലാണ്. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഹ തൊണ്ടയുടെ താഴ്ഭാഗം. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ഫീഹ ഫ മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളയിലാണ്. ഹ തൊണ്ടയുടെ താഴ്ഭാഗം. മനാഫിഉ മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഫ മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളയിലാണ്. ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. വമശാരിബു വ ചുണ്ട് വൃത്താകൃതിയിലാണ്. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ഷ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. നാവിന്റെ മധ്യഭാഗത്തിന്റെ രണ്ട് അറ്റങ്ങൾ മേലെ അണ്ണാക്കിൽ സ്പർശിക്കുകയും അതിന്റെ മധ്യഭാഗം കൊഴിഞ്ഞു നിൽക്കുകയും അതിലൂടെ വായു സഞ്ചരിക്കും. ആ ഒരു രീതിയിലാണ് ഷ ഉച്ചരിക്കുന്നത്. പൊതുവെ നമ്മൾ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിൽ എന്നാണ് പറയാറുള്ളത്. രി റ രി നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. റ റു ഈ രണ്ടക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരുന്നത് കൊണ്ട് തന്നെ ശബ്ദം കനപ്പിച്ചാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. അതേസമയത്ത് രി എന്ന് പറയുമ്പോൾ നാവിന്റെ മധ്യഭാഗം നിങ്ങൾ ഇവിടെ കാണുന്നത് പോലെ മുകളിലേക്ക് ഉയരുന്നില്ല, പരന്നു നിൽക്കുകയാണ് ചെയ്യുന്നത്. അത്തരം സമയങ്ങളിൽ ശബ്ദം നേർപ്പിച്ചാണ് പുറത്തു വരുന്നത്. മശാരിബു അത് രി എന്ന് ഉച്ചരിക്കരുത്. ഒറ എന്നുള്ളത് നമ്മളൊന്ന് നേർപ്പിച്ചിട്ട് രി എന്ന് പറയുന്നു എന്ന് മാത്രം. അല്ലാതെ മലയാളത്തിൽ എരി എര എന്ന് ഉച്ചരിക്കാൻ പാടില്ല. മശാരിബു മശാരിബു ബ രണ്ട് ചുണ്ടിൽ നിന്നാണ് മേലെ ചുണ്ട് അല്പം പുറത്തേക്കും താഴെ ചുണ്ട് അല്പം ഉള്ളിലേക്കും കയറി നിൽക്കും. അഫലാ യഷ്കുറൂൻ അ തൊണ്ടയുടെ താഴ്ഭാഗം. ഫ മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളയിലാണ്. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. യ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. ഷ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. പക്ഷെ പറഞ്ഞു നാവിന്റെ മധ്യഭാഗത്തിന്റെ രണ്ട് അറ്റങ്ങൾ മേലെ അണ്ണാക്കിൽ സ്പർശിക്കുകയും നാവിന്റെ മധ്യഭാഗം കൊഴിഞ്ഞു നിൽക്കുകയും അതിലൂടെ വായു സഞ്ചരിക്കുന്ന ഒരു രീതിയാണ്. ക നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. റ നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന തജ്വീദ് നിയമങ്ങൾ. വലഹും ഇവിടെ വലേ എന്ന് ഓതാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വമശാരിബു അഫല യഷ്കുറൂൻ ഇവിടെയും അഫല എന്ന് ഓതാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോ വലഹും അഫല യഷ്കുറൂൻ. വലഹും ഫീഹ മനാഫിഉ വമശാരിബു അഫല യഷ്കുറൂൻ. വലഹും ഫീഹ മനാഫിഉ വമശാരിബു അഫല യഷ്കുറൂൻ. ഇവിടെ മറ്റു തജ്വീദ് നിയമങ്ങളൊന്നും തന്നെയില്ല. സുക്കൂനുള്ള മീമിന് ശേഷം ഫ വരുമ്പം അതൊന്ന് ശ്രദ്ധിച്ച് ഉച്ചരിക്കുക മാത്രം. واتخذوا من دون الله آلهة لعلهم ينصرون. ആദ്യം അക്ഷരങ്ങൾ പരിശോധിക്കാം. വ ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ടാണ്. ത നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. ഹ തൊണ്ടയുടെ മുകൾ ഭാഗം. ര നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്താണ്. മിൻ മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ദ നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. മിൻ ദൂനില്ലാഹി ദൂനി ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ. അടുത്തത് ഹ തൊണ്ടയുടെ താഴ്ഭാഗത്തു നിന്നാണ്. ആലിഹത്തൻ അ തൊണ്ടയുടെ താഴ്ഭാഗം. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ. ഹ തൊണ്ടയുടെ താഴ്ഭാഗം. ത
ത നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. ലഅല്ലഹും നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ. ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ഹ തൊണ്ടയുടെ താഴ്ഭാഗം. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. യുൻസറൂൻ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിൽ. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ. നാവിന്റെ കൂർത്ത അറ്റത്തിന്റെ മുകൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ട് നിൽക്കുകയും നാവിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരുകയും ചെയ്യും. അതൊരിക്കലും മലയാളത്തിലുള്ള എന്ന് ഉച്ചരിക്കാൻ പാടില്ല. എന്നുച്ചരിക്കുമ്പോൾ സ് വ ഈ രണ്ടക്ഷരങ്ങൾ ചേർന്നിട്ടാണ് എന്നുള്ള അക്ഷരം ഉണ്ടാവുന്നത്. അപ്പൊ എന്ന് നേരത്തെ പറഞ്ഞ പോലെ നാവിന്റെ കൂർത്ത അറ്റത്തിന്റെ മുകൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ട് വെക്കുകയും നാവിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആയി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കേണ്ടതുണ്ട്. നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ. وَاتَّخَذُوا مِن دُونِ اللَّهِ آلِهَةً لَعَلَّهُمْ. ഇവിടെ ലഅല്ലഹും എന്ന് ഉച്ചരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് തെറ്റാണ്. ലഅല്ലഹും എല്ലാം അകാരമായി ഉച്ചരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വത്തഖദു ഇവിടെയും വത്തഖദു എന്ന് ആയി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. വത്തഖദു മിൻ ദൂനില്ലാഹി. മിൻ സുക്കൂനുള്ള നൂനിന് ശേഷം ദാല് വന്നു. അത് ഇഖ്ഫ ആണ്. നൂനിനെ അവ്യക്തമാക്കി മണിച്ചുച്ചരിക്കണം. മിൻ ദൂനി എന്ന് ഉച്ചരിക്കാൻ പാടില്ല. മിൻ ദൂനില്ലാഹി ആലിഹതൻ ലഅല്ലഹു. ആലിഹതൻ ല. തെൻവീന് ശേഷം ല വന്നു. ഇദ്ഗാമുൻ ബിലാഗുന്നയാണ്. അപ്പം നമ്മൾ തെൻവീനിന് ശേഷമുള്ള ലാമിലേക്ക് ചേർത്ത് വായിക്കും, പക്ഷെ മണിക്കില്ല. ആലിഹതൻ ലഅല്ലഹും. ആലിഹതൻ ലഅല്ലഹും. അപ്പൊ ആലിഹത്തല്ല തല്ല എന്ന് പറയരുത്. കാരണം അവിടെ നൂനുള്ളതായിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് തോന്നിപ്പിക്കും. ആലിഹതൻ ലഅല്ലഹും യുൻസറൂൻ. സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാ വന്നു. അതും ഇഖ്ഫ ആണ്. നൂനിനെ അവ്യക്തമാക്കി മണിച്ചുച്ചരിക്കണം. وَاتَّخَذُوا مِن دُونِ اللَّهِ آلِهَةً لَعَلَّهُمْ يُنصَرُونَ. لا يستطيعون نصرهم وهم لهم جند محضرون. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. യസ്തഈഊന നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. നാവിന്റെ കൂർത്ത അറ്റത്തിന്റെ മുകൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ട് നിൽക്കുകയും നാവിന്റെ അറ്റം താഴെ മുൻപല്ലിന്റെ പള്ളയിൽ ചെറുതായി സ്പർശിക്കുകയും ചെയ്യും. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. പക്ഷെ നാവിന്റെ അറ്റത്തിന്റെ താഴ്ഭാഗം ചെറുതായി മേലെ മുൻപല്ലിന്റെ പള്ളയിലേക്ക് ചേർന്ന് നിൽക്കും. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിൽ തന്നെയാണ്. പക്ഷെ നാവിന്റെ അറ്റത്തിന്റെ മുകൾ ഭാഗം മേലെ മുൻപല്ലിന്റെ മോണയിലേക്ക് ചേർന്ന് നിൽക്കുകയും നാവിന്റെ മധ്യഭാഗം നിങ്ങൾ ഇവിടെ കാണുന്നത് പോലെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുകയും ചെയ്യും. ഞാനൊന്ന് ഹൈലൈറ്റർ വെച്ച് മാർക്ക് ചെയ്യാം. ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. മുകളിൽ സ്പർശിക്കില്ല, പക്ഷെ എന്താണ്, ആ മുകളിലേക്ക് ചേർന്ന് നിൽക്കും. അപ്പൊ രണ്ടും ഒരേ സ്ഥാനത്ത് തന്നെയാണ്, പക്ഷെ ഉച്ചാരണത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യാസങ്ങളുണ്ട്. യസ്തതീഊന ഐൻ ഐൻ വരുന്നത് തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. നസ്റഹും നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ. നാവിന്റെ കൂർത്ത അറ്റത്തിന്റെ മുകൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ട് വരികയും നാവിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരുകയും ചെയ്യും. ഇത് എന്നുച്ചരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. തൊണ്ടയുടെ താഴ്ഭാഗം. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. വഹും
ചുണ്ട് വൃത്താകൃതിയിൽ, ഹ തൊണ്ടയുടെ താഴ്ഭാഗം, മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം, ലഹും ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്, ഹ തൊണ്ടയുടെ താഴ്ഭാഗം, മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ജുന്ദുൻ ജ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്, ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്, ത നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. മുഹ്ളറൂൻ മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം, ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ്, ള നാവിന്റെ വലതുഭാഗമോ ഇടതുഭാഗമോ ആ ഭാഗത്തുള്ള അണപ്പല്ലിൽ ചേർത്ത് വെച്ചുകൊണ്ടാണ്, ഒറ നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്, ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ: ലാ യസ്തതിഊന നസ്റഹും വഹും ലഹും ജുന്ദും മുഹ്ളറൂൻ. ലാ യസ്തതിഊന എന്നായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ ത നേരത്തെ ത എന്ന് ഉച്ചരിച്ചപ്പോൾ നമ്മൾ നാവിന്റെ മധ്യഭാഗം പരത്തി വെച്ചിട്ടാണ് ഉച്ചരിച്ചത്. എന്ന് ഉച്ചരിക്കുമ്പോൾ നാവിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയർത്തിയിട്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. അപ്പൊ ലാ യസ്തതിഊന, ലാ യസ്തതിഊന. ചിലപ്പം ചില ആളുകൾ ലാ യസ്തതിഊന എന്ന് പറയും, രണ്ടും ത ആയിട്ട് പറയും. ചില ആളുകൾ ലാ യസ്തതിഊന എന്ന് പറയും, രണ്ടും ത ആയിട്ട് പറയും. രണ്ടും തെറ്റാണ്. ആദ്യത്തേത് തായും രണ്ടാമത്തേത് ത്വാഉമാണ്. ലാ യസ്തതിഊന നസ്റഹും, നസ്റഹും വഹും, നസ്റഹും. ഇവിടെ സ്വ എന്നായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ സ്വയുടെ കറക്റ്റ് ഉച്ചാരണം ആ രീതിയിൽ തന്നെ പഠിച്ചു വെക്കണം. നസ്റഹും വഹും. സുക്കൂനുള്ള മീമിന് ശേഷം വാ വന്നാൽ മീമിനെ പൂർത്തിയായി ഉച്ചരിച്ചതിന് ശേഷം മാത്രം വാ ഉച്ചരിക്കുക, അല്ലെങ്കിൽ അവിടെ മീം എന്നുള്ള ഉച്ചാരണം പൂർത്തിയാകാതെ നിൽക്കും. നസ്റഹും വഹും ലഹും, വഹും ലഹും ജുന്ദുൻ. സുക്കൂനുള്ള നൂനിന് ശേഷം ദാല് വന്നു, ഇഖ്ഫ ആണ്. നൂനിനെ അവ്യക്തമാക്കി മണിച്ച് ഉച്ചരിക്കണം. ജുന്ദുൻ എന്ന് പറയാൻ പാടില്ല, ജുന്ദുൻ. ജുന്ദും മുഹ്ളറൂൻ. ജുന്ദുൻ. തൻവീനു ശേഷം മാ വന്നു, അതെന്താണ്? ഇദ്ഗാമും ബിഗുന്നയാണ്. ആ തൻവീനിന് ശേഷമുള്ള മീമിലേക്ക് ചേർത്തുച്ചരിക്കും. ചേർത്തുച്ചരിക്കുക മാത്രമല്ല, അതോടൊപ്പം മണിക്കുകയും ചെയ്യും. ജുന്ദും മുഹ്ളറൂൻ. ലാ യസ്തതിഊന നസ്റഹും വഹും ലഹും ജുന്ദും മുഹ്ളറൂൻ. നമ്മൾക്ക് ആ 5 ആയത്തുകൾ ഒന്നുകൂടി ഓതി നോക്കിയിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവലം യറൗ അന്നാ ഖലഖനാ ലഹും മിമ്മാ അമിലത് ഐദീനാ അൻഅമൻ ഫഹും ലഹാ മാലികൂൻ. وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون. واتخذوا من دون الله آلهة لعلهم ينصرون. لا يستطيعون نصرهم وهم لهم جند محضرون. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തുകൾ വരും ക്ലാസ്സുകളിൽ നമുക്ക് പരിശോധിക്കാം. ഖുർആൻ കൃത്യമായി പഠിക്കാനും അതനുസരിച്ച് പാരായണം ചെയ്യാനും അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.